ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധി കഴിഞ്ഞ ISLന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നിലവിൽ ആദ്യ 4 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന മുംബൈ, മോഹൻ ബഗാൻ, ഗോവ, ഒഡീഷ എന്നീ ടീമുകൾ ISL പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ക്വാളിഫൈ ആകുവാൻ 6 പോയിന്റ് വേണം. കേരള ബ്ലാസ്റ്റേഴ്സിന് 4 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു ഹോം മാച്ചും 3 അവേ മാച്ചുമാണ് ഉള്ളത്. ജംഷേദ്പൂർ, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഹൈദരാബാദ് എന്നിവരുമായിട്ടാണ് അവസാന 4 മത്സരങ്ങൾ. ഈ വരുന്ന 30-ന് വൈകിട്ട് 7:30-ന് ജംഷേദ്പൂരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഇവേ മത്സരമാണത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ മത്സരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാന്ത്രികൻ ലൂണ പരിക്ക് മാറി പരിശീലനത്തിനുണ്ട്. നാളെ ലൂണ സ്റ്റാർട്ടിംഗ് 11-ൽ കാണുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇവാൻ മുക്കോവിച്ച് എന്ത് തന്ത്രമായിരിക്കും ഉപയോഗിക്കുക എന്നും ലൂണയുടെ മടങ്ങിവരവും കാത്തിരിക്കുകയാണ് ആരാധകർ. എന്തായാലും പോരാട്ടം കനക്കും. 6ാം സ്ഥാനത്തിന് വേണ്ടി പോരാടുന്ന 4 ടീമുകളാണുള്ളത്. പഞ്ചാബ് FCയും ബംഗളൂരും ജംഷേദ്പൂരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എന്നിവരാണ് 6ാം സ്ഥാനത്തിനു വേണ്ടി പോരാടുന്ന ടീമുകൾ. അതിൽ ഒരു ടീമിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ ഒരുങ്ങുന്നത്. ജംഷേദ്പൂരുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാൻ സാധ്യതയുള്ള സ്റ്റാർട്ടിംഗ് 11 നമുക്കൊന്ന് നോക്കിയാലോ. ഗോൾ കീപ്പറായി കരൺജിത്ത് സിംഗും, ഡിഫൻസ് ലൈനിൽ സെൻട്രൽ ബാക്കായി ലെസ്കോവും മിലോസും അണിനിരക്കും. ലെഫ്റ്റ് ബാക്കിൽ നാവോച്ചയും, റൈറ്റിൽ നമുക്ക് എന്തായാലും സന്ദീപ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. മിഡ്ഫീൽഡിൽ സക്കായിയും വിപിനും ജിക്സണും രാഹുലും അണിനിരക്കും. സ്ട്രൈക്കർ റോളിൽ നമ്മളുടെ ഗോൾ സ്കോററായ ഡിമിട്രിയോസ് ഡയമൻഡോസും ഫെഡോർ സെർനിച്ചും അണിനിരക്കും. ഇതൊരു സാധ്യത 11 മാത്രമാണ്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക.